ഏതൊരാളെ സംബന്ധിച്ചും ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭക്ഷണത്തിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് തീർച്ചയായിട്ടും പെടുന്ന ഒന്നാണ് നല്ല മധുരമുള്ള പഴങ്ങൾ. പ്രമേഹമുള്ളൊരു വ്യക്തിക്ക് ഇത്തരം മധുരമുള്ള പഴങ്ങൾ കഴിക്കുന്നത് തന്നെ പേടിയാണ്. എന്നാൽ ചിലർക്ക് ഇതിനെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ ഉള്ളതുകൊണ്ട് തന്നെ ചില പഴങ്ങൾ യഥേഷ്ടം വാരി കഴിക്കാറുമുണ്ട്. ശരിക്കും ഒരു പ്രമേഹ രോഗി ഏതൊക്കെ തരത്തിലുള്ള പഴങ്ങൾ കഴിക്കണം? ഇനി പഴങ്ങളിൽ കൂടെയും അല്ലെങ്കിൽ മധുരമുള്ള വസ്തുക്കൾ കൂടെ അല്ലാതെയും നമ്മുടെ ശരീരത്തിലെ അന്നജത്തിൻ്റെ അളവിനെ, ഗ്ലൂക്കോസിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന വേറെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ നിങ്ങൾ അബദ്ധത്തിൽ കഴിക്കുന്നുണ്ടോ? തുടങ്ങിയിട്ടുള്ള പ്രമേഹവും ഭക്ഷണ സംബന്ധമായിട്ടുള്ള നിരവധി വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ഈ പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഈ പോഡ്കാസ്റ്റിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഹാർമണിയിലെ തന്നെ ന്യൂട്രീഷനിസ്റ്റും ഹെൽത്ത് കോച്ചുമായിട്ടുള്ള മാളവികയാണ്. പൊതുവെ പഴങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് മധുരമുള്ള പഴങ്ങൾ. എന്നാൽ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് പഴങ്ങൾ കഴിക്കേണ്ട ആവശ്യകത ഉണ്ടോ എന്നുള്ളൊരു സംശയം എപ്പോഴും അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ ചില ആൾക്കാരാണെങ്കിൽ എന്നാൽ പഴങ്ങൾ ആരോഗ്യത്തിന് നല്ലതാണെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഡിന്നറിൽ ചിലപ്പോൾ ഒരു ഫ്രൂട്ട് ബൗളോ ഫ്രൂട്ട് സാലഡോ ഒക്കെ കഴിക്കും. പ്രമേഹ രോഗികളെ സംബന്ധിച്ച് പഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണോ ഡോക്ടർ? ഈ മാളവിക പറഞ്ഞ കറക്റ്റാണ്. ഒരു പ്രമേഹ രോഗി അവരുടെ മനസ്സ് എപ്പോഴും ഏറ്റവും കൂടുതൽ ദുർബലമാവുന്നത് ഇത്തരത്തിലുള്ള നല്ല മധുരമുള്ള പഴങ്ങൾ കാണുമ്പോൾ. ഇപ്പോൾ ചക്കപ്പഴം, മാങ്ങപ്പഴം അല്ലെങ്കിൽ സീസണലായിട്ട് നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സ് കാണുമ്പോൾ എത്ര കടുത്ത ഭക്ഷണ നിയന്ത്രണമുള്ള ഒരു പ്രമേഹ രോഗിയുടെ മനസ്സൊന്ന് ആടിപ്പോവും. നമുക്ക് ശരിക്കും മനസ്സിലാക്കേണ്ടത് എന്താണ് ഫ്രൂട്ട്സിലുള്ളത്, അതിൻ്റെ പോഷകങ്ങൾ എന്തൊക്കെയാണ്, ആ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഫിസിയോളജി, അതായത് പ്രത്യേകിച്ച് ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിസത്തെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു മനസ്സിലാക്കലാണ് ഇതിനുള്ള ഏറ്റവും ശാശ്വതമായൊരു പരിഹാരം. അടിസ്ഥാനപരമായി പഴങ്ങൾ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അന്നജമാണ് ഫ്രക്ടോസ്. ഫ്രക്ടോസ് എന്നാണല്ലോ ഫ്രൂട്ട്സ് എന്നുള്ള വാക്ക് തന്നെ കോയിൻ ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഒരു 1 കാർബൺ മോളിക്യൂളായിട്ടുള്ള ഫ്രക്ടോസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഗ്ലൂക്കോസും കുറച്ച് അടങ്ങിയിട്ടുണ്ട്. മിക്ക പഴങ്ങളും ഫ്രക്ടോസിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. പക്ഷേ ഡോമിനേറ്റ് ചെയ്യുന്നത് ഫ്രക്ടോസാണ്. എന്താണ് ആക്ച്വലി പഴങ്ങൾ ഒരു പ്രമേഹ രോഗിയിൽ ഉണ്ടാക്കുന്ന ഡാമേജ് എന്ന് മനസ്സിലാക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മിക്ക പഴങ്ങളിലും അടങ്ങിയിരിക്കുന്നത് വളരെ ഹൈ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഗ്ലൂക്കോസ് അടങ്ങുന്ന ഈ പഴങ്ങൾ കഴിക്കുമ്പോൾ അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽസിൽ വളരെയധികം എലിവേഷൻ ഉണ്ടാകാറുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു പല സന്ദർഭങ്ങളിലും ഒരുപക്ഷെ ഇതൊരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ വൈറലായിട്ടൊരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ ഇതാണ്: ഒരു പ്രമേഹം ഉള്ള ആൾക്കാരെ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പിന് പഴങ്ങൾ കൊടുക്കുന്നു, നല്ല മധുരമുള്ള മേ ബി കൂടുതലും ഫ്രക്ടോസ് അടങ്ങുന്ന പഴങ്ങൾ കൊടുക്കുന്നു. മറ്റൊരു ഗ്രൂപ്പിന് നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണം, അതായത് ധാന്യങ്ങൾ, അരിയിൽ നിന്നും ഗോതമ്പിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം കൊടുക്കുന്നു. വളരെ സ്റ്റേപ്പിൾ ആയിട്ടുള്ള ദോശ, ഇഡലി, അതൊക്കെ സാധാരണ ഒരാൾക്ക് മനസ്സിലാക്കുന്ന ഭക്ഷണം. ഈ 2 ഗ്രൂപ്പുകൾ നോക്കിയതിന് ശേഷം, ഭക്ഷണം കഴിച്ചതിന് ശേഷം അവരുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ നോക്കിയപ്പോൾ ഫ്രൂട്ട്സുകൾ കഴിക്കുന്ന ആൾക്കാരിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ അധികം എലിവേറ്റഡ് ആകുന്നില്ല. അപ്പോൾ ഇത് അവതാരകൻ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണെന്നും ഫ്രൂട്ട്സ് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റിയ ഭക്ഷണമാണെന്നും ഇപ്പോൾ പറയുന്നതൊക്കെ തന്നെ തെറ്റിദ്ധാരണകളാണെന്നും ശരിയല്ല എന്നും പ്രകൃതിയുടെ പോഷകങ്ങളുടെ കലവറയാണ് ഫ്രൂട്ട്സ് എന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നൊരു വീഡിയോ ആണ്. ഇതിനകത്ത് വലിയൊരു അബദ്ധമുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന പഴങ്ങളിൽ എന്തുമാത്രം ഫ്രക്ടോസ് ഉണ്ട്, എന്തുമാത്രം ഗ്ലൂക്കോസ് ഉണ്ട് എന്നുള്ളതാണ്. ഫ്രക്ടോസിനൊരു പ്രത്യേകതയുണ്ട്. ഫ്രക്ടോസ് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലോട്ടും കടന്നുകൂടാനായിട്ട് സാധിക്കാത്ത ഒരു അന്നജമാണ്. കാരണം ഫ്രക്ടോസ് നമ്മുടെ ശരീരത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു അവയവം ലിവറാണ്. കരളിലാണ് ഫ്രക്ടോസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. മാത്രമല്ല അതിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മുടെ ശരീരത്തിലെ അന്നജം ഗ്ലൂക്കോസായി മാറി ഗ്ലൂക്കോസ് കോശങ്ങളുടെ ഉള്ളിലോട്ട് പ്രവേശിക്കുന്നതിന് ശരീരത്തിലെ ഏറ്റവും വലിയ ഹോർമോണായിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണായിട്ടുള്ള ഇൻസുലിൻ്റെ ആവശ്യകത ഉണ്ടെങ്കിൽ ഫ്രക്ടോസിന് നമ്മളുടെ കരളിലെ കോശങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇൻസുലിൻ്റെ ആവശ്യകതയില്ല. അതായത് ഡോക്ടർ ഉദ്ദേശിക്കുന്നത് ഫ്രക്ടോസ് ഇൻസുലിൻ ഇൻഡിപെൻഡൻ്റ് ആണ്. ഫ്രക്ടോസ് ഇൻസുലിൻ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ ലോഡ് മുഴുവൻ വരുന്നത് കരളിനാണ്. കരള് ഫ്രക്ടോസിനെ ഉപയോഗിക്കുന്നുണ്ട്. വളരെ സങ്കീർണമായ പ്രക്രിയയിൽ കൂടെ കരൾ ഫ്രക്ടോസിനെ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കരൾ ഫ്രക്ടോസിനെ ഒന്നുകിൽ പാർഷ്യലി കുറച്ച് എനർജി ആയിട്ട് മാറ്റും, കുറച്ച് ഊർജ്ജമാക്കി മാറ്റും. അത് കരളിലെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. മറ്റൊന്ന് അതിനെ ഗ്ലൂക്കോസാക്കി മാറ്റും. അപ്പോൾ വീണ്ടും അത് ഗ്ലൂക്കോസ് എന്നുള്ള രീതിയിലോട്ട് നമ്മുടെ ശരീരത്തിലോട്ട് തന്നെ തിരിച്ചും ബ്ലഡ് ഷുഗർ ലെവൽ എലിവേറ്റ് ചെയ്യുന്ന ലെവലിലോട്ട് വരും. മറ്റൊന്ന് അത് ശരീരത്തിൽ ATP ഉണ്ടാക്കും, ഊർജ്ജമാക്കി മാറ്റും. അതോടൊപ്പം തന്നെ കരളിലെ കോശങ്ങൾ ഫ്രക്ടോസിനെ കൊഴുപ്പാക്കി മാറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഊർജ്ജം, ഗ്ലൂക്കോസ്, കൊഴുപ്പ്, ഈ 3 ഉൽപ്പന്നങ്ങളായിട്ടാണ് കരളിൽ ഫ്രക്ടോസിനെ മാറ്റുന്നത്. ഇവിടുത്തെ പ്രശ്നം
ഈ ഉയർന്ന രീതിയിലുള്ള ഫ്രക്ടോസ് ടു ഫാറ്റ് കൺവേർഷൻ നമ്മുടെ കരളിന് അത്ര ഗുണകരമല്ല. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, പല കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണമൊന്ന് അമിതമായി ഫ്രക്ടോസ് അടങ്ങുന്ന പഴങ്ങൾ കഴിക്കുന്നതാണ്. ഈ ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഫ്രക്ടോസ് ഉണ്ടാക്കുന്ന മറ്റൊരു വിഷയമാണ് ഉയർന്ന അളവിലുള്ള യൂറിക് ആസിഡ്. യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നത് ഒരു കാലഘട്ടം വരെ മനുഷ്യൻ്റെ നിലനിൽപ്പിന് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. കാരണം നമുക്ക് ഭക്ഷണം കിട്ടാത്ത ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ സമയത്ത് വളരെ കുറച്ച് നാളുകൾ മാത്രമായിരുന്നു നല്ല മധുരമുള്ള പഴങ്ങൾ കിട്ടുന്നത്. അപ്പോൾ മധുരമുള്ള പഴങ്ങൾ കിട്ടുന്ന സമയത്ത് നമ്മുടെ ശരീരം കുറച്ച് യൂറിക് ആസിഡ് ഉണ്ടാക്കുകയും ആ യൂറിക് ആസിഡ് മൂലം ശരീരത്തിൽ ഇഷ്ടം പോലെ കൊഴുപ്പ് ശേഖരിക്കാനായിട്ടുള്ളൊരു സിഗ്നലിംഗ് സിസ്റ്റം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഫ്രക്ടോസ് അടങ്ങുന്ന ഭക്ഷണങ്ങളും അതുമൂലമുണ്ടാകുന്ന യൂറിക് ആസിഡിൻ്റെ ഉയർന്ന അളവും നമ്മുടെ ശരീരത്തിന് ഒരു സർവൈവൽ സ്വിച്ച് തന്നെയായിരുന്നു. കൂടുതൽ കൊഴുപ്പ് ശേഖരിച്ച് വെക്കാനും ഭക്ഷണം കിട്ടാത്ത കാലഘട്ടങ്ങളിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു റിസർവ് ഉണ്ടാക്കി വെക്കാനും പറ്റുന്ന ഒരു സർവൈവൽ സ്വിച്ചായിരുന്നു യൂറിക് ആസിഡ്. പക്ഷേ ഇന്ന് ജീവിതത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും ഇന്ന് കിട്ടുന്ന ഒന്നായിട്ട് മാറി പഴങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഉയർന്ന അളവിലുള്ള യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഫാറ്റി ലിവർ ഡിസീസ് മാത്രമല്ല, ഉയർന്ന അളവിലുള്ള കൊഴുപ്പുണ്ടാക്കുന്നതിനും ഫ്രക്ടോസും ഫ്രൂട്ട്സും യൂറിക് ആസിഡും കാരണമാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഡോക്ടർ, നമ്മുടെ പല ക്ലയൻസും ഈ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടി നിൽക്കുമ്പോൾ എല്ലാവരും ആദ്യം സംശയിക്കുന്ന പ്രോട്ടീനെയാണ്. ആരും ഫ്രക്ടോസിനെ പറ്റിയോ അവർ കഴിക്കുന്ന ഈ മധുരമുള്ള പഴങ്ങളെ പറ്റിയോ ചിന്തിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിൽ നിന്നും ക്ലിയർ ആണ്, ഫ്രക്ടോസ് അടങ്ങിയ പഴങ്ങൾ കഴിക്കുന്നത് കൊണ്ടും യൂറിക് ആസിഡിൻ്റെ ലെവൽസ് കൂടിയിട്ടുണ്ട്. മാത്രമല്ല പഴങ്ങളിൽ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഫ്രക്ടോസ് അടങ്ങിയിരിക്കുന്നത്. പഴങ്ങളിൽ നിന്നുണ്ടാക്കുന്ന ഫ്രക്ടോസ് വേർതിരിച്ചുണ്ടാക്കുന്ന മറ്റു ഉൽപ്പന്നങ്ങളുണ്ട്. ഇപ്പോൾ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്, കോണിൽ നിന്നാണല്ലോ ഏറ്റവും കൂടുതൽ ഫ്രക്ടോസ് എടുക്കുന്നത്. ഇതടങ്ങുന്ന പാനീയങ്ങളും അതുപോലത്തെ മറ്റ് നിരവധി ഭക്ഷണ പദാർത്ഥങ്ങളിലും ഫ്രക്ടോസ് അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂട്ടാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ സോസ്, കെച്ചപ്സ് ഇതിലെല്ലാത്തിലും ഈ പറഞ്ഞ പോലെ ഫ്രക്ടോസ് കണ്ടന്റ് ഹൈ ആണ്. ഇതുപോലെ തന്നെ ഫ്രക്ടോസ് അടങ്ങുന്ന ഭക്ഷണങ്ങൾ അധികം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഉയർന്ന അളവിലുള്ള ട്രൈഗ്ലിസറൈഡ്സ്. ട്രൈഗ്ലിസറൈഡ്സിൻ്റെ കാരണക്കാരനിൽ പലപ്പോഴും നമ്മൾ പഴങ്ങളെയോ അല്ലെങ്കിൽ പഴങ്ങളിലുള്ള ഫ്രക്ടോസിനെ കൂട്ടാറില്ല. ഇതുമൂലമുണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ശരീരത്തിലുണ്ടാകുന്ന ഉയർന്ന ഇൻഫ്ലമേഷൻ കൂടിയാൽ അതും പിന്നീട് ഇൻസുലിൻ റെസിസ്റ്റൻസിലോട്ടും അമിതവണ്ണത്തിലോട്ടും മാത്രമല്ല ഉയർന്ന രക്തസമ്മർദ്ദത്തിലോട്ടും ഹൈപ്പർ ടെൻഷനിലോട്ടും ഇത് നയിച്ചേക്കാം. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇഷ്ടംപോലെ വാരി വിഴുങ്ങാവുന്ന ഒന്നല്ല ഫ്രൂട്ട്സ് എന്നുള്ളത് ഒരു സാധാരണക്കാരനായെന്നിരിക്കെ പ്രമേഹം കൂടെ ഉണ്ടാണെങ്കിൽ ഫ്രക്ടോസും ഗ്ലൂക്കോസും അടങ്ങുന്ന ഭക്ഷണങ്ങളുടെ ഒരു വലിയ ഒരു ഒരു ബോംബാണ് ഒരു പ്രമേഹ രോഗി, അതും കടുത്ത പ്രമേഹമുള്ള രോഗി ഫ്രൂട്ട്സ് കഴിക്കുന്നതിൽ കൂടെ എത്തിച്ചേരുന്ന ഒരവസ്ഥ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഡോക്ടർ, ഈ പലതരം ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഇപ്പം നമ്മുടെ ഫ്രക്ടോസ് ലെവൽ കൂടിയതും ഫ്രക്ടോസ് ലെവൽ കുറഞ്ഞതുമായിട്ടുള്ള ഫ്രൂട്ട്സ്, എനിക്ക് തോന്നുന്നു ഗ്ലൈസീമിക് ഇൻഡെക്സ് നോക്കി. ഫ്രക്ടോസ് മാത്രമല്ല, ഫ്രക്ടോസും ഗ്ലൂക്കോസും മൊത്തത്തിലടങ്ങുന്ന അന്നജത്തിനെ അടിസ്ഥാനമാക്കി നമുക്ക് ഫ്രൂട്ട്സിലെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഒരു പ്രമേഹ രോഗി തീർച്ചയായിട്ടും ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് മുമ്പ് ഈ ഫ്രൂട്ട് ഏത് ക്ലാസിഫിക്കേഷനിൽ പെട്ടാണെന്ന് അറിഞ്ഞിരിക്കുന്നത് ഒരു പ്രൈമറി ഇൻഫർമേഷനാണ്. നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ലോ GI ഫ്രൂട്ട്, ഗ്ലൈസമിക് ഇൻഡെക്സ് ഫ്രൂട്ട്, മോഡറേറ്റ് GI ഫ്രൂട്ട് ആൻഡ് ഹൈ GI ഫ്രൂട്ട്. നമുക്ക് ആദ്യം ഹൈ GIനെ നോക്കാം. തണ്ണിമത്തൻ പലർക്കും അറിയാത്തൊരു വിഷയമാണ്. തണ്ണിമത്തൻ ഒരു ഹൈ GI ഫ്രൂട്ടാണ്. ഡേറ്റ്സ് ഒരു ഹൈ GI ഫ്രൂട്ട്സാണ്. അതുപോലെ ഉണക്കപ്പഴങ്ങളെല്ലാം, ഉണക്കമുന്തിരി, ഡേറ്റ്സ്, ഫ്രഷ് ഡേറ്റ്സ് ആയാലും ഡ്രൈ ഡേറ്റ്സ് ആണെങ്കിലും, അതുപോലെ ഉണക്ക പഴങ്ങളെല്ലാം തന്നെ ഹൈ ഗ്ലൈസിമിക് ഉള്ളതാണ്. അതുപോലെ തന്നെ വാഴപ്പഴം. എനിക്ക് തോന്നുന്നു നമ്മുടെ പല ക്ലയൻസിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. പലർക്കും ആദ്യം മേ ബി എല്ലാവർക്കും പലയിടത്തും കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ നിന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്, പഴം കഴിക്കാവോ അല്ലെങ്കിൽ റോബസ്റ്റ കഴിക്കട്ടെ, അങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങളും. പച്ച നിറത്തിലുള്ളതുകൊണ്ടാണോ? അതെ. അപ്പോൾ എല്ലാ പഴങ്ങളും നല്ലൊരു ശതമാനം ഗ്രൂപ്പിൽപ്പെട്ട വാഴപ്പഴങ്ങളും ഹൈ ഗ്ലൈസീമിക്കാണ്. പിന്നെയും മോഡറേറ്റായിട്ട് കഴിക്കാവുന്ന സാധനം അധികം പഴുക്കാത്ത പഴമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ അധികം മധുരമില്ലാത്ത മാങ്ങകൾ, അതുപോലെ തന്നെ അധികം പഴുക്കാത്ത പപ്പായ, പിന്നെ പൈനാപ്പിൾ, ഗ്രേപ്സ്, ഫിഗ്, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് ഷുഗർ ലെവൽ കൂട്ടുന്ന ഒന്ന് തന്നെയാണ്. പ്രമേഹ രോഗിയെ സംബന്ധിച്ച് സുരക്ഷിതമായി കഴിക്കാൻ പറ്റുന്ന പഴങ്ങളുടെ എണ്ണം കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നിർഭാഗ്യവശാൽ അതാണ്. അപ്പോൾ അത് തന്നെ പ്രമേഹം മാറ്റിയെടുക്കാനായിട്ട് നല്ലൊരു റീസണായിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. വളരെ കുറച്ച് പഴങ്ങൾ മാത്രമേ അവരുടെ ലിസ്റ്റുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വളരെ കുറച്ച് പഴങ്ങളേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ യഥേഷ്ടമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് എല്ലാ ബെറീസും ഉപയോഗിക്കാം. സ്ട്രോബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി ഉപയോഗിക്കാം. ചെറി പഴങ്ങൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കിവി ഫ്രൂട്ട് ഉപയോഗിക്കാം. പൊമഗ്രാനൈറ്റ്, മാതളം ഉപയോഗിക്കാം. പിന്നെ അധികം പഴുക്കാത്ത പേരയ്ക്ക, വിളഞ്ഞ പേരയ്ക്കയാണെങ്കിൽ പിന്നെ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ പെയർ ഫ്രൂട്ട് ഉപയോഗിക്കാം, പീച്ച് ഉപയോഗിക്കാം. അങ്ങനെ വളരെ പരിമിതമായിട്ടുള്ള പഴങ്ങൾ മാത്രമേ ഉള്ളൂ.
അപ്പോൾ നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രമേഹ രോഗിയെ സംബന്ധിച്ച് ഒരു ഡെസേർട്ട് കഴിക്കുന്നവർ, ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം കഴിക്കാവുന്ന ഒന്നായിട്ട് കരുതേണ്ടി വരും ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സീസണലായിട്ട് കിട്ടുന്ന ഇഷ്ടംപോലെ മധുരമുള്ള കൊതിപ്പിക്കുന്ന പഴങ്ങൾക്ക് അത്രയൊക്കെ സ്ഥാനമുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം.